അവിയലിന് മിക്സിയിൽ അരക്കണ്ട, കല്ലിൽ അരച്ചാൽ മതി. കല്ലിൽ അരച്ചെങ്കിലേ രുചി കിട്ടത്തുള്ളൂ. എന്തു അവിയലിനറിയാമോ ഞാൻ കല്ലിലാണോ മിക്സിയിലാണോ അരക്കുന്നേന്ന്? അത് മിക്സി അല്ലല്ലോ അവിയൽ കൂട്ടുന്നത്. അവിയൽ കൂട്ടുന്നത് മനുഷ്യരാ. മനുഷ്യർക്ക് അതിന്റെ രുചി അറിയാവുന്നേ. ആഹാ, എനിക്കിപ്പോ കല്ലിലൊന്നും അരയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ രുചി കൂടണമെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുന്ന അടുത്ത് വെച്ച് കല്ലിലോട്ട് അങ്ങോട്ട് അരയ്ക്ക്. എന്നീ കൊണ്ടുപോയ്യ. ഞാനാണെങ്കിലേ എന്റെ അമ്മാവിയമ്മയുടെ മുഖത്ത് നോക്കി നേരെ ഇന്നുപോലും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഉള്ള അവളുമാരുടെ അടുത്ത് മിണ്ടാനൊക്കുമോ? കഴുത്തിന് ചുറ്റും നാക്കല്ലയോ. ഇതേ അവിയലിന്റെ രുചി ഒന്നും കൂട്ടാനല്ല, ഞാൻ ഇച്ചിരി കഷ്ടപ്പെടണം, അത്രേ അമ്മ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതൊക്കെ കേട്ട ഏത് പൊട്ടനും മനസ്സിലാവും. പിന്നെ അമ്മ പറഞ്ഞ കാര്യം, അമ്മയുടെ അമ്മായിമ്മ പറഞ്ഞ കേട്ട് അമ്മ ഒന്നും മിണ്ടി കാണത്തില്ല. അമ്മ പഞ്ചപുച്ച അടക്കി നിന്ന് കേട്ട് കാണും. പക്ഷെ മാറി നിന്ന് അമ്മ എന്തോ ചിന്തിച്ചത്, അയ്യോ എന്റെ അമ്മായിയമ്മയ്ക്ക് ദീർഘായുസ് വരണേ, അമ്മയ്ക്ക് നല്ലത് മാത്രം തോന്നണേ എന്നൊന്നും അല്ലല്ലോ ചിന്തിച്ചത്. ഈ തള്ള ഒന്ന് വീഴണേ, എനിക്ക് ഒരു നാള് വരുമെന്ന് നോക്കി തന്നെ അമ്മ ഇരുന്നത്. എന്നിട്ട് ആ തള്ള വീണപ്പോഴോ ഓരോ തുള്ളി വെള്ളം കൊടുത്തപ്പോഴും നിങ്ങൾ ആയ കാലത്ത് എന്നെ കുറെ കഷ്ടപ്പെടുത്തിയ തള്ളയെന്ന് തന്നെ വിചാരിച്ചത്. പിന്നെ എന്റെ കാര്യം, ഞാൻ നിങ്ങൾ പറയുന്നതിന് തിരിച്ചു പറയുന്നു, എന്റെ വിഷമം അവിടെ തീരുന്നു. എന്റെ മനസ്സിലൊന്നുമില്ല, ഞാൻ മാറി ഇന്ന് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാനും പോകുന്നില്ല. പിന്നെ നിങ്ങൾ എന്റെ അമ്മായിയമ്മയായോണ്ടാ ഞാൻ വായിക്കുവാ പറയുന്നതെന്നൊന്നും വിചാരിക്കരുത്. എന്റെ അമ്മയാണെങ്കിൽ ഒരു ഡോസും കൂടെ കൂട്ടിയേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ അമ്മായിയമ്മ ആയോണ്ടാ ഇത്രയെങ്കിലും കുറച്ച് ഞാൻ പറയുന്നത്. തിരിച്ച് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ മോള് കൂടെ ആണെങ്കിൽ നിങ്ങൾ മോളെ കഷ്ടപ്പെടണ്ട, മോള് മിക്സിയിൽ അരക്കെന്ന് പറയോ അതോ രുചി കൂട്ടാൻ വേണ്ടി മക്കള് കല്ലേൽ അരക്കെന്ന് പറയോ എന്ന് അതൊക്കെ അമ്മ ചിന്തിക്കണം. പിന്നെ അമ്മ കാലത്തിനനുസരിച്ച് മാറണം. മനുഷ്യൻ മാറിയേ തീരത്തുള്ളൂ. എളുപ്പമൊന്നും മാറണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ പതുക്കെ കൊണ്ട് മാറിയില്ലെങ്കിൽ ആ മനുഷ്യൻ ഒറ്റപ്പെടും.